മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി ഡോക്ടർ തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിൽ തങ്ങിയത് 2008 നവംബർ 16-17 തീയതികളിൽ. മുംബൈയിൽ 4 ദിവസം നീണ്ട ആക്രമണം നടക്കുന്നത് വെറും 1.5 ആഴ്ചയ്ക്ക് ശേഷം നവംബർ 26-ന്. ഇതാണ് അന്നു മുതൽ അന്വേഷണ ഏജൻസികളെ കുഴയ്ക്കുന്നത്. കൊച്ചിയിലെത്തിയ റാണ മറൈൻ ഡ്രൈവിലെ താജ് റെസിഡൻസിയിൽ ഒറ്റ ദിവസം തങ്ങി പിറ്റേന്ന് മടങ്ങുകയായിരുന്നു. 16 വർഷത്തിന് ശേഷം പ്രതിയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ അമേരിക്ക തയ്യാറാകുമ്പോൾ ഇതടക്കം ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ പലതുണ്ട്. ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ബിസിനസ് ചെയ്യുന്നുവെന്നാണ് റാണ അവകാശപ്പെട്ടിരുന്നത്. ഇതേ കാര്യത്തിലാണ് കൊച്ചിയിലെത്തിയത് എന്നാണ് ഇതുവരെയുള്ള മൊഴി. വിദേശ റിക്രൂട്ട്മെന്റ് അറിയിച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം കൊടുത്ത ശേഷമായിരുന്നു വരവ്. ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് എന്നാണ് പരസ്യത്തിൽ സ്ഥാപനത്തിന്റെ പേര് കാണിച്ചിരുന്നത്. അമേരിക്കയിലെ ചിക്കാഗോയിൽ തുടങ്ങിയ ഇതേ സ്ഥാപനത്തിന്റെ മുംബൈ ബ്രാഞ്ചാണ് ഭീകരാക്രമണത്തിനുള്ള ഇടപാടുകൾ പലതും നടത്തിയതെന്ന് അന്നേ കണ്ടെത്തിയിരുന്നു. വിദേശികളുടെ താമസം സംബന്ധിച്ച് താജ് ഹോട്ടൽ അധികൃതർ പോലീസിന് കൈമാറിയ വിവരങ്ങളിൽ നിന്നാണ് റാണ കേരളത്തിലെത്തിയ വിവരം സ്ഥിരീകരിച്ചത്. റാണ പാകിസ്ഥാൻ വംശജനാണെന്നും കാനഡയിൽ സ്ഥിരതാമസമാണെന്നുമാണ് ഹോട്ടലിൽ നിന്ന് കൊടുത്ത സി ഫോമിൽ രേഖപ്പെടുത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ജനിച്ച് അവിടെ സൈന്യത്തിൽ ഡോക്ടറായി ജോലി ചെയ്ത ക്യാപ്റ്റൻ തഹാവൂർ ഹുസൈൻ റാണ അത് ഉപേക്ഷിച്ചാണ് കാനഡയിലെത്തി പൗരത്വം എടുത്തത്. NIA ആണ് മുംബൈ ഭീകരാക്രമണ കേസ് അന്വേഷിച്ചത്. റാണയെ കൂടാതെ ഡേവിഡ് ഹെഡ്ലി എന്ന് പേര് മാറ്റിയ ദാവൂദ് സെയ്ദ് ഗിലാനി, പാകിസ്ഥാനിലെ സൈനിക മേധാവിമാർ, തീവ്രവാദ സംഘടനകളുടെ തലവന്മാർ എന്നിവരടക്കം 9 പേരെയാണ് NIA പ്രതി ചേർത്തത്. ആക്രമണത്തിൽ പങ്കെടുത്ത അജ്മൽ കസബിനെ 2012-ൽ തൂക്കിലേറ്റി. ഹെഡ്ലിയും റാണയും അമേരിക്കയിൽ പിടിയിലായെങ്കിലും ഇവിടേക്ക് വിട്ടുകിട്ടിയില്ല. പാകിസ്ഥാനിലുള്ള മറ്റു പ്രതികൾക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ റാണയെ വിട്ടുകിട്ടുന്നത് ഇന്ത്യക്ക് നേട്ടമാകും. പാകിസ്ഥാനെതിരെയും അവരുടെ സംരക്ഷണയിലുള്ള മറ്റ് പ്രതികൾക്കെതിരെയും കൂടുതൽ തെളിവുകൾ കിട്ടാൻ വഴിയൊരുങ്ങും. ഇതിനെല്ലാം പുറമെ ഇവരുടെ കേരള ബന്ധം എന്താണ് എന്നതിലും വിവരം കിട്ടാൻ വഴി തെളിയുകയാണ്. ഇവിടെ തീവ്രവാദ റിക്രൂട്ടിങ്ങിന് ഇവർ ശ്രമിച്ചോ അതോ ആക്രമണത്തിന് പദ്ധതിയിട്ടോ എന്നതിൽ NIAക്ക് സംശയമുണ്ടായിരുന്നു. മുംബൈ പോലെ കടൽമാർഗം കടന്നു കയറാൻ പറ്റിയ പ്രദേശമാണ് കൊച്ചി എന്നതും പ്രധാനമാണ്. മാധ്യമ സിൻഡിക്കേറ്റ്, തിരുവനന്തപുരം.